എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു യാത്ര പോകാം. ഒരു പ്രപഞ്ചയാത്ര. അടുത്തിടെ ഒരു പ്ലാനറ്റേറിയത്തിൽ പോയപ്പോൾ കിട്ടിയൊരു അനുഭവമാണ് ഇതിന് പ്രചോദനമായത്. നമ്മൾ ഈ യാത്രയിൽ പ്രപഞ്ചത്തിന്റെ ആ വലിയ വലിയ ലോകം മുതൽ ഏറ്റവും ചെറിയ തലം വരെ ഒന്ന് കണ്ടുവരും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോ നമ്മുടെ യാത്ര തുടങ്ങുന്നത് അതിരുകളില്ലാത്ത ഈ മഹാപ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ടാണ്. ആ ഇരുട്ടിൽ എണ്ണിയാലൊടുങ്ങാത്ത നക്ഷത്രങ്ങളിങ്ങനെ പതുക്കെ ഒന്നൊന്നായി തെളിഞ്ഞുവരുന്നത് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നമ്മൾ സംസാരിക്കുന്നത് കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾ പരന്നുകിടക്കുന്ന നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയെക്കുറിച്ചാണ്. അതിന്റെ ആ ഒരു വലിപ്പമൊന്ന് ആലോചിച്ചു നോക്കൂ. എണ്ണിയാൽ തീരാത്ത നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ എല്ലാം ചേർന്നൊരു മഹാലോകം. ഈ കാണുന്ന അനന്തമായ വിശാലതയുടെ ഒരു കുഞ്ഞു കോണിലാണ് നമ്മുടെ സ്വന്തം സൗരയൂഥം ഒതുങ്ങിക്കൂടുന്നത്. ശരി, നമുക്ക് ആകാശഗംഗയിൽ നിന്ന് കുറച്ചുകൂടി അടുത്തേക്ക് വരാം. അതാ നമ്മുടെ സൗരയൂഥം. കണ്ടില്ലേ? ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ വളരെ കൃത്യമായ ഒരു ക്രമത്തിൽ ഒരുമിച്ച് നീങ്ങുന്ന ഒരു കൂട്ടം ഗോളങ്ങൾ. ഇതൊരു തോന്നി പോലെ ഉള്ളൊരു കൂട്ടമല്ല കേട്ടോ. ഇതിനൊരു താളമുണ്ട്, ഒരു പ്രപഞ്ച സംഗീതം പോലെ. ഓരോ ഗ്രഹവും അതിന്റെ സ്വന്തം വഴിയിലൂടെ ഒട്ടും തെറ്റാതെ ഒരിക്കലും നിലയ്ക്കാതെ നടത്തുന്നൊരു നൃത്തം പോലെയാണിത്. പ്രപഞ്ചത്തിലെ ഈ അത്ഭുതകരമായ ക്രമത്തെക്കുറിച്ച് ഖുർആനിൽ പറയുന്നൊരു കാര്യം നോക്കൂ. ഓരോ ഗോളവും അതിന്റെ നിശ്ചിത പാതയിൽ നിന്ന് ഒരിഞ്ചുപോലും മാറാതെ സഞ്ചരിക്കുന്നു എന്ന ആശയം എത്ര വ്യക്തമായാണിതിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇനി നമ്മുടെ യാത്ര കുറച്ചുകൂടി അടുത്തേക്കാണ്, നമ്മുടെ സ്വന്തം വീട്ടിലേക്ക്. ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരുപാട് അനുഗ്രഹങ്ങളുള്ള നമ്മുടെ ഈ അത്ഭുത ഗ്രഹത്തിലേക്ക്, ഭൂമിയിലേക്ക്. ഒന്ന് ചുറ്റും നോക്കിയേ. ആഴമുള്ള സമുദ്രങ്ങൾ, പച്ചപ്പു നിറഞ്ഞ കാടുകൾ, ആകാശം മുട്ടുന്ന പർവ്വതങ്ങൾ, വരണ്ട മരുഭൂമികൾ പോലും. ഇതെല്ലാം പോരാതെ നമ്മളെ സംരക്ഷിക്കാൻ ഒരു അന്തരീക്ഷവും. മനുഷ്യർക്ക് ജീവിക്കാനും വളരാനും വേണ്ടി വളരെ ശ്രദ്ധയോടെ തയ്യാറാക്കിയ ഒരിടം പോലെയാണ് നമ്മുടെ ഭൂമി. ഭൂമിയെ ഒരു സുരക്ഷിത താവളമായി ഒരുക്കിയിരിക്കുന്നുവെന്ന ഈ ആശയം ഖുർആനിലെ ഈ വചനത്തിൽ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത് നോക്കൂ. ആകാശം നമ്മളെ സംരക്ഷിക്കുന്ന ഒരു മേൽപ്പുര പോലെയാണെന്ന്. ശരിക്കും ഒരു മേൽക്കൂര പോലെയല്ലേ? അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ താളം ബഹിരാകാശത്തെ എവിടെയോ നടക്കുന്നൊരു കാര്യം മാത്രമാണോ? അല്ല. അത് ഭൂമിയിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നേരിട്ട് നിയന്ത്രിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നല്ലേ? നമ്മുടെ ഒരു ദിവസം തന്നെ എടുക്കാം. സൂര്യൻ ഉദിക്കുമ്പോൾ ലോകം ഉണരുന്നു. പകൽ മുഴുവൻ നമ്മൾ ജോലികളിൽ മുഴുകുന്നു. പിന്നെ സൂര്യാസ്തമയം. പതിയെ നമ്മൾ വിശ്രമത്തിലേക്ക് മാറുന്നു. രാത്രി ഉറങ്ങുന്നു. ഈ ഒരു സൈക്കിൾ, ഈ രാവും പകലും എത്ര കൃത്യമായിട്ടാണ് നടക്കുന്നത്! പ്രപഞ്ചത്തിലെ ഈ ചലനങ്ങൾ നമുക്ക് തരുന്ന ഒരു വലിയ അനുഗ്രഹമാണിത്. കാലം മുന്നോട്ടു പോകുന്നത് നമ്മൾ അറിയുന്നതുപോലും ഇതുകൊണ്ടാണ്. ഈ ഒരു കൃത്യതയെക്കുറിച്ച്, ഒരിക്കലും തെറ്റാത്ത ഈ പ്രപഞ്ച നിയമത്തെക്കുറിച്ച് ഖുർആനിലെ ഈ വചനം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സൂര്യനെ ചന്ദ്രനെ മറികടക്കാൻ പറ്റില്ല. രാവിനെ പകലിനെയും ഓരോന്നും അതിന്റെ സ്വന്തം വഴിയിൽ ഒഴുകി നീങ്ങുന്നു. അതുകൊണ്ടാണ് നമുക്ക് കാലത്തിന്റെ ഈ കൃത്യമായ ഒഴുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇതുവരെ നമ്മൾ പ്രപഞ്ചത്തിന്റെ വലിപ്പവും അതിലെ ക്രമങ്ങളുമൊക്കെ കണ്ടു, അല്ലേ? ഇനി നമ്മുടെ കാഴ്ചപ്പാട് അവസാനമായി ഒന്നുകൂടി മാറ്റാം. ഈ മഹാപ്രപഞ്ചത്തിൽ നമ്മുടെ സ്ഥാനമെന്താണ് എന്നതിനെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ളൊരു വൈരുദ്ധ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മൾ വീണ്ടും പുറകോട്ടേക്ക് ആ പ്രപഞ്ചത്തിന്റെ വിശാലതയിലേക്ക് പോവുകയാണെന്ന് സങ്കൽപ്പിക്കുക. ഭൂമി തന്നെ ഒരു ചെറിയ പൊട്ടായി മാറും. പിന്നെ മനുഷ്യനോ ഒരു പെരുമഴയത്ത് വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലെ മാത്രം. ഈ ഒരു ചിന്ത നമ്മളെ എത്രമാത്രം വിനയമുള്ളവരാക്കും, അല്ലേ? പക്ഷേ ഇവിടെയാണ് ആ വലിയ വൈരുദ്ധ്യം വരുന്നത്. ഭൗതികമായി നമ്മൾ ഇത്ര ചെറുതാണെങ്കിലും ആത്മീയമായി വലിയൊരു സ്ഥാനത്തെക്കുറിച്ചും പറയപ്പെടുന്നു. അപ്പോൾ ചോദ്യമിതാണ്, പ്രപഞ്ചത്തിന്റെ കണ്ണിൽ പെരുമഴയിലെ ഒരു തുള്ളി മാത്രമായ നമ്മൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആദരിക്കപ്പെട്ടവരാണോ? നമ്മളൊരു കൊച്ചു പൊട്ടാണോ, അതോ ഭൂമിയിലെ പ്രതിനിധികളാണോ? നമ്മൾ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം പോലെയാണ് ഖുർആനിലെ ഈ വചനം. നമ്മുടെ ഭൗതികമായ വലിപ്പം എന്തുമായിക്കോട്ടെ, മനുഷ്യന് സവിശേഷമായ ഒരു ആദരവ് നൽകിയിരിക്കുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഈ ഒരു ചിന്തയോടെയാണ് നമ്മൾ ഈ പ്രപഞ്ചയാത്ര അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെയും ഒരുമിച്ച് മനസ്സിലാക്കണം. ഒന്ന്, ഈ അനന്തമായ പ്രപഞ്ചത്തിനു മുന്നിൽ നമ്മൾ എത്ര ചെറുതാണെന്ന വിനയം. അതേസമയം ആ പ്രപഞ്ചത്തിൽ നമുക്ക് സവിശേഷമായൊരു സ്ഥാനമുണ്ടെന്ന് തിരിച്ചറിവും. അപ്പം ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്, ഈ മഹാവിസ്മയത്തിൽ നിങ്ങളുടെ സ്ഥാനമെന്താണ്?